ധർമ്മം അതെന്താണ്? നിയമങ്ങൾ പാലിക്കുന്നതാണോ ധർമ്മം? അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ നിയമങ്ങൾ തകർക്കുന്നതാണോ ധർമ്മം? ഒരു വശത്ത് ശ്രീരാമൻ, ജീവിതം മുഴുവൻ ധർമ്മത്തിനായി ത്യജിച്ചവൻ. മറ്റൊരു വശത്ത് ശ്രീകൃഷ്ണൻ, ധർമ്മത്തിനായി ലോകത്തെ തന്നെ ചലിപ്പിച്ചവൻ. ഇവർ രണ്ടുപേരും ദൈവങ്ങളാകുന്നു. പക്ഷേ ഇരുവരുടെയും വഴികൾ പൂർണ്ണമായി വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഇവരിൽ യഥാർത്ഥത്തിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നാണ്. സൃഷ്ടിയും സംഹാരവും തമ്മിലുള്ള സന്തുലിത നിലനിർത്തുവാൻ വിഷ്ണു അവതാരങ്ങൾ എടുക്കുന്നു. ത്രേതായുഗത്തിൽ അധർമ്മം വളർന്നു. അപ്പോൾ ജനിച്ചത് രാമനാകുന്നു. അദ്ദേഹം രാജാവായി മനുഷ്യനായി ജീവിച്ചു. ദ്വാപരയുഗത്തിൽ അധർമ്മം അതിൻ്റെ പരമാവധി എത്തിയപ്പോൾ കൃഷ്ണൻ ജനിച്ചു. അവൻ കളിച്ചു ചിരിച്ചു. പക്ഷേ പിന്നിൽ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. കൃഷ്ണന്റെ ബാല്യം ഗോകുലം എന്ന ചെറിയ ഗ്രാമത്തിൽ ആയിരുന്നു. അവിടെ ഒരു കുഞ്ഞ് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് കളിക്കുന്നു. അവൻ്റെ ഓരോ കളിയും ഒരു സന്ദേശമായിരുന്നു. ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ അയോധ്യ ഒരു സമ്പന്ന രാജ്യമായിരുന്നു. അവിടെ ജനിച്ച രാജകുമാരൻ രാമൻ. അദ്ദേഹം ഒരിക്കലും തെറ്റായ വഴി നോക്കിയില്ല. എന്നാൽ ഇവരുടെ ജീവിതയാത്രയിൽ ഇരുവരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ടു. രാമന്റെ ജീവിതം വനവാസം, സീതാപഹരണം എന്നിവയിലൂടെ മാറി. കൃഷ്ണൻ കംസവധത്തിലൂടെ മധുരാധിപതിയായി. കാലങ്ങൾക്കിപ്പുറം മഹാഭാരതത്തിന് മുന്നൊരുക്കം നൽകി. എന്നിങ്ങനെ അവരുടെ ജീവിത വഴികൾ മാറുന്നത് ഇരുവരുടെയും ജീവിതത്തിൽ അവരുടെ ശക്തിയുടെ പരകോടി പ്രകടമാകുന്ന സന്ദർഭങ്ങളിൽ പലയിടത്തും കാണുവാൻ കഴിയും. എടുത്തു പറയേണ്ടത് രാമായണത്തിലെ രാമരാവണ യുദ്ധമാകുന്നു. രാമൻ തൻ്റെ ശത്രുവിനെ നേരിട്ട് നിന്ന് പോരാടി. അവനെ കൊന്നു. ഇത് നീതിയായിരുന്നു, കാരണം മാർഗം ശരിയായിരുന്നു. എന്നാൽ കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ ആയുധം എടുത്തില്ല. എന്നിരുന്നാലും അദ്ദേഹം നിയമം മാറ്റി, കാരണം ഫലം അതിലുപരി ആയിരുന്നു. ഇരുവരുടെയും ധർമ്മബോധത്തിലേക്ക് എത്തി നോക്കിയാൽ രാമന്റെ ധർമ്മം സീതയെപ്പോലും ഉപേക്ഷിച്ചുകൊണ്ട് രാജ്യത്തിനായി ജീവിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി ഇന്നൊരു ചോദ്യമായി ഉയരുന്നു. ഇത് ധർമ്മമോ അധർമ്മമോ അതോ ഹൃദയമില്ലാഴികയോ ആയിരുന്നോ എന്ന്? കൃഷ്ണന്റെ ധർമ്മം മറ്റൊന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ചെയ്യേണ്ടത് ചെയ്യൂ, ഫലം എനിക്ക് വിട്ടുതരൂ. ധർമ്മം ചിലപ്പോൾ കടുപ്പമുള്ള തീരുമാനങ്ങൾ എടുക്കൽ ആകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇരുവരും ഒരു ദൈവത്തിൻ്റെ തന്നെ അവതാരങ്ങളായിരുന്നു. എങ്കിലും ഇരുവരുടെയും സ്വഭാവം വ്യത്യസ്തങ്ങളായിരുന്നു. കൃഷ്ണൻ ഏതൊരു ദുഃഖത്തിലും സന്തോഷിച്ചു. ജീവിതത്തെ സന്തോഷകരമായി നിലനിർത്തി. ജീവിതം ഒരു കളിയാണെന്ന് പറഞ്ഞ് ജീവിച്ചു കാണിച്ചു. രാമൻ പക്ഷേ മറിച്ചായിരുന്നു. ഗൗരവം, ത്യാഗം, ജീവിതം, ഉത്തരവാദിത്തം എന്നിവയെല്ലാം കാണിച്ചു തന്നു. രാമൻ നമ്മെ പഠിപ്പിച്ചത് ശരിയായ വഴികളിൽ നടക്കുക എന്നത് ആയിരുന്നു. കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെ ജയിക്കാം എന്നായിരുന്നു. നിങ്ങൾ ധർമ്മത്തെ നിയമമായി കാണുന്നവരാണെങ്കിൽ രാമനാകും ശ്രേഷ്ഠൻ. നിങ്ങൾ ധർമ്മത്തെ ഫലമായി കാണുന്നവരാണെങ്കിൽ കൃഷ്ണനാകും ശ്രേഷ്ഠൻ. രാമൻ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നു. കൃഷ്ണൻ ജീവിതം എങ്ങനെ ജയിക്കണമെന്ന് കാണിച്ചു തന്നു.